പ്രിയമുള്ളവരെ, സമയം ലാഭിക്കാൻ വേണ്ടി വേദിയിലുള്ള സമുന്നതരെ, സദസ്യരെ, എല്ലാ വിവരങ്ങളും എല്ലാ വിഷയങ്ങളും വളരെ ആധികാരികമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവർ പറയാത്ത ചില കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് കടന്നു പോകാം. രണ്ട് ആശയങ്ങളുടെ പ്രകാശഗോപുരങ്ങളുടെ സമന്വയമാണ് വൈക്കത്തും. ഈ ആശയ സമന്വയം ഒരു പുതിയ ലോകത്തെ നമുക്ക് കാണിച്ചു തന്നു. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ലോകത്തെ മുഴുവൻ അറിയപ്പെടുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യ ദേവനാകുമായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മാനത്ത് നിന്ന് പൊട്ടി വീണതല്ല. അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. നിങ്ങൾക്കറിയുമോ, 21 വർഷക്കാലമാണ് ദക്ഷിണാഫ്രിക്കയിലെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്. കോടതിയിൽ ഒരു സേട്ടിൻ്റെ കേസ് നടത്തിപ്പിന് വേണ്ടി പോയ മഹാത്മാഗാന്ധിയോട് കോടതിയിലെ മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങളുടെ തലപ്പാവ് ഊരാൻ പറഞ്ഞു. ആ തലപ്പാവ് ഊരാൻ പറഞ്ഞ അന്ന് മുതലാണ് മഹാത്മാഗാന്ധി റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ മഹാത്മാഗാന്ധിയാണ് 21 വർഷക്കാലം നേറ്റാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സമുന്നതനായ ഒരു നേതാവാവുകയും അവർക്ക് ഒരു പുതിയ രൂപം നൽകുകയും ചെയ്തത്. ആ മഹാത്മാഗാന്ധി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ഇത്ര പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ കഴിയുമായിരുന്നു എന്നാലോചിക്കണം. മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞത്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്, ബുദ്ധന് ശേഷം ഇന്ത്യയിൽ ജനിച്ച, ക്രിസ്തുവിന് ശേഷം ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മഹാനാണ് മഹാത്മാഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന് ചോരപ്പുഴയൊഴുക്കാൻ ഇഷ്ടമായിരുന്നില്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾക്കും ചോരപ്പുഴയോട് എതിർപ്പായിരുന്നു. സവർണാധിപത്യത്തിൻ്റെ മേൽക്കോയ്മയുടെ കീഴിൽ അമ്പലത്തിനകത്ത് കയറാനല്ല, അമ്പലത്തിൻ്റെ പുറത്തുകൂടി നടക്കാൻ പോലും കഴിയാതിരുന്ന ഒരു ജനതയ്ക്ക് അമ്പലത്തിനകത്ത് പ്രവേശനം നേടിക്കൊടുക്കാനുള്ള ജൈത്രയാത്രയായിരുന്നു, തീർത്ഥയാത്രയായിരുന്നു ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത്. അതിനുശേഷം ഇവിടെ 2 സംവാദങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2 ഗംഗയുടെയും ഭാരതപ്പുഴയുടെയും സമന്വയത്തെക്കുറിച്ച് പറഞ്ഞു. അതിലൊക്കെ ഈ 2 പേരുടെയും സംഭാവനകൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും നവോത്ഥാനത്തിന് ഉതകി എന്നതിനേക്കാൾ അധികമായി 2 പേരുടെയും കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലഘട്ടം കേരളത്തിൽ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ തീർന്നില്ല. സ്വന്തം പെണ്ണുങ്ങൾ, സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് കരം കൊടുക്കണമായിരുന്നു. നങ്ങേലി എന്ന് പറയുന്ന ചേർത്തലക്കാരി സ്ത്രീ മാറ് ഛേദിച്ചു വെച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. മുക്കുത്തിയിടാൻ അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പോൾ ആറാട്ടുപുഴ പണിക്കരാണ് മുക്കുത്തി കൊടുത്ത് അവരോട് ഈ മുക്കുത്തി ധരിക്കാൻ സ്ത്രീകളോട് ആജ്ഞാപിച്ചത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ മാറുമറയ്ക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ ആ മുലക്കച്ച എറിയുകയുണ്ടായി. അവർക്ക് മറച്ചുകൊണ്ട് ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കാൻ അനുവാദം കൊടുക്കണമെന്ന് വാദിച്ച ഈഴവ സമൂഹമുണ്ടായിരുന്നു. പിന്നെ SNDP യോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. SNDP യോഗത്തിൻ്റെ ആവിർഭാവം മുതൽ ഇന്നുവരെ, അരുവിപ്പുറം മുതൽ ഇന്നുവരെ അദ്ദേഹം നടത്തിയ പ്രയാണത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ പലതും നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. അരുവിപ്പുറത്ത് ഒരു സർവമത സമ്മേളനം നടത്തി. അവിടെ അദ്ദേഹം എഴുതി വെപ്പിച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനമെന്ന്. ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും ഹിന്ദു മതത്തെയും ഒക്കെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന
ഒരു ജാജ്വല്യമാനമായ മാസ്മരികത ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ നടത്തുകയുണ്ടായി. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്ത് പുതിയ ഒരു ജ്വാല കെട്ടിപ്പടുക്കാൻ, നക്ഷത്ര ജ്വാല കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാരാധ്യരായ നേതാക്കന്മാർ ആവിഷ്കരിച്ച ഈ സാഗര സംഗമമുണ്ടല്ലോ, അത് നിസ്സാരമായൊരു കാര്യമല്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രയാണത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന KPCCക്ക് അതിന് അർഹതയുണ്ട്, അതിന് അവകാശമുണ്ട്, അവർ ചെയ്യേണ്ട കടമയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഗര സംഗമത്തെ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ആ സാമൂഹ്യ സങ്കല്പങ്ങൾക്ക് ഒരു പുതിയ മാനം കൊടുക്കാനുള്ള ചരിത്ര വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇന്നത്തെ KPCC നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നിർത്തുന്നു.